ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് പെരുമാതുറ ബീച്ചിലാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ അവിടുത്തെ ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബ്രിഡ്ജ് നല്ല അടിപൊളി ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിലൊക്കെ വേണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ബീച്ചിൻ്റെ ഒരു അടിപൊളി വ്യൂ ഒക്കെ കാണാം. ഞാൻ സൺസെറ്റ് സമയത്താണ് എത്തിയത് കൊണ്ടും നല്ല തണുത്ത കാറ്റും സൂര്യൻ അസ്തമിക്കുന്നതുകൊണ്ട് ആ ഒരു ചെറിയ ഇളം വെയിലും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാനും ആസ്വദിക്കാനും ഒരു ഈവനിങ് ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് പെരുമാതുറ ബീച്ചിൽ തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, മുതലപ്പൊഴി വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഈ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഇനി ഒരു ഓഫ് നോട്ടായിട്ടാണ്, ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർബറിൻ്റെ പാർക്കിംഗ് തന്നെയുണ്ട്. അപ്പോൾ അവിടെ പേ ആൻഡ് പാർക്കാണ്. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അവിടെ. ഇനി നമുക്ക് വണ്ടിയൊക്കെ പാർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് വന്നിട്ട് നമ്മുടെ വ്യൂ പോയിന്റ് കാണാൻ പോകാം. അപ്പോൾ ഇതാണ് വ്യൂ പോയിന്റിൽ എത്തുന്നതിന് മുന്നേയുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ. അപ്പോൾ ഇതുവഴി നമുക്ക് ബീച്ചിലോട്ടും പോവാം, വ്യൂ പോയിന്റിലോട്ടും പോവാം. അപ്പോൾ ഓൾറെഡി ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് വ്യൂ പോയിന്റിലോട്ട് പോവാം. സോ നമ്മുടെ ഈ ബീച്ച് വന്നിട്ട് ബാക്കിയുള്ള ബീച്ചുകൾ പോലെ അത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല. അപ്പോൾ കടകളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ, 1-2 കടകൾ മാത്രമേ ഉള്ളൂ. സോ ഫുഡ് ലവേഴ്സിന് ബീച്ച് സൈഡിൽ നിന്നും കഴിക്കാൻ പറ്റില്ല, കാരണം ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. കടകൾ 1-2 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ആ മല പോലെ കാണുന്നതാണ് നമുക്ക് വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിയാണിത്. അത്യാവശ്യം നല്ലൊരു സൂത്തിങ് ആൻഡ് പീസ്ഫുൾ ക്ലൈമറ്റ് ആയിരുന്നു, ഈവനിങ് ടൈം കൂടെ ആയതുകൊണ്ട്. നമ്മൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഫുട്ബോളും കാര്യങ്ങളും ഒക്കെ കളിച്ച് അവരെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് കുറച്ച് പേര് അവിടെ പ്രീ വെഡിങ് ഷൂട്ട് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ ടൈം ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഫൈനലി ഞാൻ വ്യൂ പോയിന്റ് എത്തി. അപ്പോൾ ഇതാണ് മുതലപ്പൊഴി വ്യൂ പോയിന്റ്. എനിക്ക് ഈ വ്യൂ പോയിന്റ് കണ്ടിട്ട് ഈ കൊല്ലം ബ്രേക്ക് വാട്ടറിൻ്റെ ഒരു റെസംബ്ലൻസ് പോലെയാണ് തോന്നുന്നത്. പിന്നെ അത് നല്ല ഡെവലപ്പാക്കി, ഇത് ഡെവലപ്പ് ആവുന്നതേ ഉള്ളൂ, വഴിയൊക്കെ ഡെവലപ്പ് ആവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേര് സെൽഫീസ് എടുക്കുന്നു, കുറച്ച് ആൾക്കാർ ചൂണ്ടയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് സൈഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ബീച്ച് കാണാൻ പറ്റും, അവിടുത്തെ കാഴ്ചകളും വ്യൂസും ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇവിടെ നടക്കാൻ നല്ല രസമുണ്ട്. 2 സൈഡിലും നല്ല അടിപൊളി കാഴ്ചകളും. ഈ സൈഡിൽ ബോട്ടൊക്കെ ഇങ്ങനെ ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, അത് കാണാൻ നല്ല രസമുണ്ട്. ആൻഡ് ആ കാണുന്നതാണ് നമ്മൾ ആദ്യം കണ്ട ബ്രിഡ്ജ്. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ച് നൈറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല ഭംഗിയാവും. സോ ഗൈസ്, ഇനി ഞാൻ ബീച്ചിലോട്ട് പോവാണ്. അപ്പോൾ എനിക്ക് വ്യൂ പോയിന്റ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഓൾറെഡി നല്ല ഇരുട്ടായിപ്പോയി. അപ്പോൾ ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീഡിയോസ് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും, ഇരുണ്ട വീഡിയോസേ കിട്ടത്തുള്ളൂ.
സോ ഇനി ഞാൻ എപ്പോഴെങ്കിലും നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മിസ് ഔട്ടായ ആ ഒരു പോർഷൻ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി കുറച്ചുകൂടെ ഇരുട്ടുന്നതിന് മുന്നേ ബീച്ചിലൊക്കെ പോയി കാലൊക്കെ നനച്ച് കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാം. സോ ഗൈസ്, ഞാൻ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ബ്രിഡ്ജിൻ്റെ ഒരു നൈറ്റ് വ്യൂവും കൂടെയാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഈവനിങ് ടൈം, അതായത് ഒരു സൺസെറ്റ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ്. അല്ലാതെ നൈറ്റ് ലൈഫ് അങ്ങനെയൊന്നും ബീച്ചിൽ സ്പെൻഡ് ചെയ്യാനില്ല. കടകളോ കാര്യങ്ങളോ ലൈറ്റ്സോ ഒന്നും ഇതുവരെ ആയിട്ടില്ല. സോ ഇതെൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ശരി, ബൈ.